ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവം പൊറോട്ടയാണ്. ഗോതമ്പ് പൊറോട്ടയും ചില്ലി ചിക്കനും. അപ്പോൾ നമുക്ക് ചില്ലി ചിക്കൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞ് അത് ബോൺലെസ്സും എടുക്കാം, നമ്മൾ ബോണുള്ളതാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ആവശ്യത്തിന് തൈര്, പുളി കുറഞ്ഞ തൈര് മതി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടി ഇട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്നും ഒരു മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ ഒരു പാത്രം എടുത്ത് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യാൻ ഞാൻ പറയത്തില്ല. നമ്മളാണ് ഇത്ര എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇത്ര എണ്ണയിലാണ് അത്രയും ചിക്കനൂടെ നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ അടുത്ത ആണ് പൊറോട്ട. നമ്മൾ പൊറോട്ട മൈദ കൊണ്ടല്ല, ഗോതമ്പ് കൊണ്ടുള്ള പൊറോട്ടയാണ്. ആദ്യം തന്നെ നല്ല രീതിയിൽ ഉപ്പൊക്കെ ഇട്ട് നെയ്യ് ഒഴിച്ച് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന മാവാണ്. അത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ നല്ല മയത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഗോതമ്പായാലും മൈദ എടുക്കുകയാണെങ്കിൽ അത്രയും നേരം വെക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ടത് നല്ല രീതിയിൽ പരത്തി കുറച്ച് ഒരുപാട് തിന്നാക്കണ്ട, എന്നാലും അത്യാവശ്യം കട്ടിയിലൊന്ന് നല്ല രീതിയിൽ പരത്തിയിട്ട് അത് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് ഇപ്പോൾ രണ്ടെണ്ണം കിട്ടും നമുക്ക്. ഇത് നമുക്കിനി പിച്ചാത്തി കൊണ്ട് തന്നെ ഇങ്ങനെ വരഞ്ഞ് എടുത്തിട്ട് പിന്നെ റൗണ്ടിലൊന്ന് ചുറ്റിയെടുക്കണം. ഇത് എന്നിട്ട് നമുക്കൊന്നുകൂടെ പരത്തി നെയ്യ് തേച്ച് നമുക്ക് ചുട്ടെടുത്താൽ മതി. അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ്റെ അടുത്ത് വാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതേ എണ്ണയിൽ തന്നെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും, സവാള എന്ന് പറയുമ്പോൾ ക്യൂബായിട്ട് അരിഞ്ഞതാണ്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ക്യൂബായിട്ട് അരിഞ്ഞിടാം. അതൊന്ന് വാടി കിട്ടിയാൽ മതി, ഒന്ന് കടിക്കാനുള്ള പരുവത്തിന്. ഇത്രയും കൂടി ഇട്ട് നല്ല രീതിയിൽ ഫ്രൈ അല്ല വേണ്ടത്, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് സോയാ സോസ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ നമ്മുടെ ചിക്കനിൽ ബാക്കി വന്ന അരപ്പ് കാണുമല്ലോ, അതൊന്ന് ഇച്ചിരിയും കൂടെ ഒന്ന് ഒഴിച്ച് എടുത്ത് നമ്മുടെ ചിക്കനോട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് തീയിൽ വേണ്ട, ചെറിയ തീയിൽ മതി. നമ്മൾ അടിപൊളി ചില്ലി ചിക്കൻ റെഡിയാവും. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ കോൺഫ്ലവറൂടെ വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതി. നമുക്ക് ഗ്രേവി വേണ്ട, ഇത് തന്നെ സെമി ഗ്രേവിയാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അടിപൊളി ചില്ലി ചിക്കൻ ആയിരുന്നു. പൊറോട്ട പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറേ നല്ല രീതിയിൽ എണ്ണ തേക്കണം, എന്നാലേ നമുക്കൊരു ഇത് വരത്തുള്ളൂ, ഒരു മയം കിട്ടത്തുള്ളൂ. അത് നമ്മൾ നെയ്യ് തേച്ച് പാനിനകത്തിട്ട് എടുത്തത്. പക്ഷേ സത്യം പറയാം, പൊറോട്ട ഫ്ലോപ്പ് ആയോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പക്ഷെ അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചെയ്തതാണ്, എന്നാലും അത് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി. കാരണം കുറച്ച് കട്ടി ഉണ്ടായിരുന്നു, ക്രിസ്പി പോലെ ആയിരിക്കുമായിരുന്നു. പക്ഷെ ചില്ലി ചിക്കൻ നിങ്ങൾ ശരിക്കും ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതാണ് നിങ്ങൾ വിചാരിക്കും, പക്ഷേ അല്ല. ഇതേ റെസിപ്പിയിലൊന്ന് ചെയ്ത് നോക്കണം. അടിപൊളി ചില്ലി ചിക്കൻ ആയിരുന്നു. പക്ഷേ ഒരു ടൈം എടുക്കുകയോ ഒന്നും ചെയ്യില്ല, പെട്ടെന്ന് പറ്റുന്നൊരു ചില്ലി ചിക്കനാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ചില്ലി ചിക്കൻ. അത്രയ്ക്ക് ടേസ്റ്റ്. ഞാൻ ഇന്നേ വരെ കടകളിലെ ചില്ലി ചിക്കൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും, പക്ഷേ ഞാൻ ആദ്യമായിട്ടല്ല ചില്ലി ചിക്കൻ വെക്കുന്നത്. എന്നാലും ഈ ചില്ലി ചിക്കൻ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ നാവിലിങ്ങനെ രുചി നിൽക്കുമായിരുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.